ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1.5 kg ഒരു സ്ട്രോബെറി കേക്കും 1/2 kg ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 1.5 kg കേക്ക് സ്ട്രോബെറിയിൽ ടോൾ കേക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കസ്റ്റമറിന് കുറച്ച് മോഡൽസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഒരെണ്ണം ഇങ്ങോട്ട് അയച്ചു തന്നു. അതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൊരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള കേക്കാണ്. ഈ കേക്കിൻ്റെ കൂടെ ഒരു ഹാമ്പർ ബോക്സും കൂടി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഫുൾ കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് പിന്നെ ഫുൾ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക് കളറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഫോക്സ് ബോൾസും അതുപോലെ തന്നെ പ്രിൻറ്റുമാണ് ഇതിൽ മെയിനായിട്ട് വെക്കുന്നത്. അതാണ് ഇതിൻ്റെ ഡിസൈന്. അപ്പോൾ നമ്മളതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തോന്നി സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പെർഫെക്റ്റ് ഭംഗി കിട്ടത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാപ്പ് ചെയ്തില്ല, ഫുൾ നീറ്റായിട്ട് കോട്ടിങ് ചെയ്തു. എന്നിട്ട് പിന്നെ പ്രിൻ്റ് വെച്ച് കൊടുക്കുക ചെയ്തു കേട്ടോ. സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിന് പ്രത്യേക ഭംഗിയാണ്. പക്ഷെ പ്രിൻ്റ് വെക്കുന്ന കേക്കിന് എനിക്ക് തോന്നുന്നു സ്ക്രാപ്പ് ചെയ്തതിനേക്കാട്ടിലും ഒന്നും കൂടി വൃത്തി ഉണ്ടാവുക നോർമൽ പ്ലെയിൻ ആയിട്ട് അതിൽ വെക്കുമ്പോഴാണ് കേട്ടോ. സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രിപ്പ് ചെയ്യുമ്പോഴേക്ക് സ്ക്രാപ്പ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെടുത്തു, ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ പിങ്ക്, യെല്ലോ, അതുപോലെ ഗോൾഡൻ ഈ ഒരു കളറിലുള്ള ബോൾസ് നമ്മൾ വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ മേലെ ടോപ്പറിൽ ഒരു കൺഗ്രാറ്റ്സും കൂടി വെച്ചിട്ട് കേക്ക് ഫൈനലൈസ് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ വേറെ ക്രീം വെച്ചിട്ട് വേറെ പരിപാടികളൊന്നും ചെയ്തില്ല കേട്ടോ. അങ്ങനെ ആ കേക്ക് പിന്നെ മാറ്റി വെച്ചു. അടുത്തതായിട്ട് നമ്മൾ 1/2 kg കേക്കിനെ ഹാർട്ട് ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് അവർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു കാര്യം പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്താക്കാം, ഇതൊരു ഹാർട്ട് ഷേപ്പ് കേക്ക് ആക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഹാർട്ട് ഷേപ്പ് കേക്ക് ആക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഹാർട്ട് ഷേപ്പ് കേക്ക് ചെയ്യുമ്പോൾ സെൻറ്ററിലൂടെ 2 ലൈൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ആക്കിയിട്ട് വരച്ച് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു 2 സൈഡ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അതായത് നമ്മൾ ഈ ഒരു ലൈൻ വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് തന്നെ ആ ഒരു ലൈൻ വരച്ച് കൊടുക്കണം. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഷേപ്പിൽ മാറ്റം വരും കേട്ടോ. എന്നിട്ട് പിന്നെ ഈ 2 സൈഡത്തെ ആ 2 പീസും എടുത്തിട്ട് നമ്മൾ തിന്നരുത്, നമ്മൾ എന്ത് ചെയ്യണം, അത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വെക്കണം. അതായത് നേരെ മുകളിലുണ്ടല്ലോ അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു ചെറിയ ആ 2 സെൻറ്ററിൽ ഒരു ചെറിയൊരു പോർഷൻ നമുക്കിങ്ങനെ വിട്ട് നിൽക്കും. ആ ഒരു ഭാഗം എന്ത് ചെയ്തെടുക്കണം, കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ഹാർട്ട് ഷേപ്പിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കേക്ക് കിട്ടും. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീച്ച് ആൻഡ് ഓറഞ്ച് ആ ഒരു ഷെയ്ഡിൽ വരുന്ന ക്രീം വെച്ചിട്ടാണ് ഫുൾ കോട്ടിങ് ചെയ്തത്. എന്നിട്ട് പിന്നെ സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തു, ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് മറ്റേ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.